ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. അപ്പൊ ന്യൂസിലാൻഡ് ഐജെക്കി ഫാമിലിയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിണ്ടല്ലോ ഞാൻ നിങ്ങളൊരു കൊട്ടക്ക് നിക്കണ കൂടെ ഒന്നുകൂടി പറയണ. അപ്പൊ ന്യൂസിലാൻഡ് ഐജെക്കി ഫാമിലിയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും അയ്യോ സ്വാഗതം. തള്ളടാ നന്നായിട്ട്. അയ്യോ ഇവര് അല്ല, അയ്യോ സോറി, മറ്റേ വീഡിയോ ആരെങ്കിലും സ്ഥിരമായിട്ട് കാണണമെങ്കിൽ അവര് ചോദിക്കും ഇവർക്ക് എന്നും കാലത്ത് പുട്ടാണോ തള്ളി 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 മറക്കും. അപ്പൊ ഞങ്ങൾ വീണ്ടും തേംസിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തേംസില് മറ്റേ നമ്മള് കൊറമാൻഡൽ സൈഡിൽ അവിടെ ഉള്ളൊരു വാട്ടർഫോളിന്റെ അവിടെ പോയായിരുന്നത്. അത് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ബുൾസ് ഹെറിറ്റേജ് ഫാം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടായിരുന്നു. അപ്പൊ ഓൾറെഡി ലേറ്റ് ആയ കാരണം കൊണ്ട് 4 മണിക്ക് അത് അടയ്ക്കും. പിന്നെ നമുക്കപ്പോ അത്രയും സമയം കിട്ടില്ല, നമുക്ക് അവിടെ കറങ്ങാനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ കയറിയില്ല. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി, എൽദോസിന്റെ വീട്ടില്. അതിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മറ്റേ നമ്മൾ നാരങ്ങ പറിക്കണതും അച്ചാർ ഉണ്ടാക്കണതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് അതിന് മുന്നേ നമ്മൾ ഇടും ആ വീഡിയോ. അപ്പൊ അവിടുന്ന് പിന്നെ ഞങ്ങള് കാലത്ത് ഫുഡൊക്കെ കഴിച്ച്, കാലത്തല്ല ഉറങ്ങിയിട്ട് തന്നെ 10 മണിയായപ്പോഴാണ്. അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങള് വീണ്ടും അവിടെ പോവാണ്. അവിടെ എന്താ വെച്ചാൽ മെയിൻലി കുറെ മൃഗങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവരെ ഫീഡ് ചെയ്യാൻ പറ്റും. ഫീഡ് ചെയ്യണമെങ്കിൽ ഒരാൾക്ക് $18 അഡൽറ്റിന് കാണിക്കണേ. പിള്ളേർക്ക് 2 തൊട്ട് 17 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് $14. ഒരു ബക്കറ്റ് ഫുഡിന്, അതായത് അനിമൽസിന് കൊടുക്കാനുള്ള ഫുഡിന് $5. അതുപോലെ തന്നെ ഫാമിലി പാസുകളും ഉണ്ട്. 2 അഡൽറ്റും 3 പിള്ളേരും കൂടി ഒരു ബക്കറ്റ് ഫുഡും കൂടിയിട്ട് $64 കാണിക്കുന്നത്. നമ്മളപ്പോ അതാണ് എയിം ചെയ്ത് പോണത്. 2 അഡൽറ്റും 3 പിള്ളേരും ഒരു ബക്കറ്റ് ഫുഡും. പക്ഷെ നമുക്ക് 2 പിള്ളേരേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ കുറച്ച് വെക്കണം അല്ലേ. പിന്നെ അതുപോലെ അഡീഷണൽ ആയിട്ട് ഓരോ അഡൽറ്റ്, ഇപ്പൊ നമ്മൾ ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ അഡീഷണൽ അഡൽറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു അഡൽറ്റിന് $18 എന്ന് പറയുന്നത് അത്രയില്ല, $12 ഉള്ളൂ. അതുപോലെ തന്നെ ഒരു കൊച്ചിന് കൂടുതലായിട്ടും, ഒരു കൊച്ചു കൂടുതലുണ്ട് ഇപ്പം ഉണ്ടെങ്കിൽ $10 ഉള്ളൂ. അങ്ങനെ പിന്നെ 4 പിള്ളേരുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ ഫ്രണ്ട്സിന്റെ പിള്ളേരെ കൊണ്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അഡൽറ്റ് ഒരു അഡൽറ്റും 3 ചിൽഡ്രനും. ആരഡൽറ്റ് പിള്ളേരാരാ? ഞാൻ തള്ളശി എന്ന് പറയും അവിടെ ചെല്ലുമ്പോ അവര്. എന്റെ ഇടാ. അപ്പൊ ഞാൻ വിചാരിച്ചു നിന്റെ ഏട്ടനെ, ഞാൻ എന്നെ അഡൽറ്റ് ആക്കിയിട്ട് നിന്റെ ഏട്ടൻ കൊച്ചാ മാറ്റി പറഞ്ഞു. എന്നെ വിഷമം ഉണ്ടാക്കി. ഓക്കെ, താങ്ക് യു ഏട്ടാ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പൊ എന്തൊക്കെ മൃഗങ്ങൾ നമ്മളിങ്ങനെ നോക്കി അതിനകത്ത് നോക്കുമ്പോൾ നമ്മൾ അതിന്റെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ അവിടെ കുറേ മൃഗങ്ങളുണ്ട്. പശു മാത്രല്ല, മറ്റേ താറാവ് കുഞ്ഞുങ്ങള്, കുതിരനെ കണ്ടു. പിന്നെ മറ്റേ നമ്മുടെ തുപ്പണ സാധനത്തിന് എന്തിനു പറയാ? അല്ല ചേച്ചാ, എന്നിട്ട് ലാമ. ഓ ആ പേര് കിട്ടണില്ല, വാവുട്ടി പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവണില്ല. ലാമ ഉണ്ട്. അപ്പൊ അതിന്റെ തുപ്പല് കൊള്ളാൻ വേണ്ടി വാവുട്ടിയോട് പ്രത്യേകിച്ച് അടുത്തേക്ക് പോണ്ട. പിന്നെ കുഞ്ഞ് കഴുതകളുണ്ട്, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഉണ്ടാക്കി വെച്ചേക്കണ ഹെലികോപ്റ്ററുകളുണ്ട്, കുതിരകളുണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. കാണുമ്പോ തന്നെ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ നമ്മൾ ഗൂഗിളിനകത്ത് നോക്കുമ്പോ കുറച്ചും കൂടി നമ്മൾ എക്സൈറ്റഡ് ആണ്. അതുപോലെ ആടുകള് അങ്ങനെയുണ്ട്. അപ്പം മിക്കവാറും അവിടെ പോകുമ്പോൾ അടി ഉണ്ടാവാൻ പോണത് ആര് ഫുഡ് കൊടുക്കും, ഫുഡ് കഴിഞ്ഞു പോണേ അതായിരിക്കും മിക്കവാറും അടി ഉണ്ടാവാൻ പോണേ. ഫൈറ്റ് ചെയ്യോ? റേസ് ഒന്നും പറ്റില്ല, അറിയില്ല നമുക്ക് അവിടെ എന്തൊക്കെയാ സംഭവങ്ങളുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മള് ഇന്നലെ നോക്കിയപ്പോ കണ്ടത്. ഇന്നാലും നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ. പിന്നെ നമ്മൾ ഒരുപാട് ഓവർ ഗൂഗിൾ ചെയ്തിട്ട് പോവാതിരിക്കാൻ നല്ലത്. നമുക്ക് അവിടെ പോകുമ്പോൾ കുറച്ചും കൂടി എക്സൈറ്റ്മെന്റ് വേണ്ടേ, നമ്മൾ ഇങ്ങനെ കാണുമ്പോ ആയ് അല്ലേ, അത് വേണം. അപ്പൊ അത് കാരണം കൊണ്ട് ഞങ്ങളിപ്പോ അങ്ങോട്ടുള്ള യാത്രയിലാണ്. നമ്മുടെ ഏകദേശം എത്തിനൊരു 8 കിലോമീറ്റർ കൂടി, 12 മിനിറ്റ് കൂടി കാണിക്കണം. നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നത്. നമ്മൾ ഇറങ്ങി, നമ്മൾ വേഗം തന്നെ ഇവിടെ എത്തി. നമ്മൾ വീട്ടിൽ പോയിട്ട് നാളെ മുതൽ നമ്മൾ വീണ്ടും അടുത്ത ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അത് വീട്ടിൽ ചെന്നിട്ട് വേണം ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ച മീൻ ബിരിയാണി കുറച്ചും കൂടി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പൊ അത് കഴിക്കാൻ ചെല്ലുമ്പോൾ ഫുഡുണ്ട്. പക്ഷെ നമ്മള് ഇവിടുത്തെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു അല്ലേ. ഇപ്പൊ തന്നെ ഉച്ചക്ക് ഇപ്പൊ ഉച്ച 1 മണിയായി. അപ്പൊ വാങ്ങിക്കായിരുന്നു അല്ലേ. നമ്മളിപ്പോ ഈ സമയത്ത് നല്ല അടിപൊളി ഫുഡ്
ദൈവമേ കാണാൻ പറ്റണോന്ന് അറിയില്ല. നിറച്ചും ആ ഒരു മരത്തുമ്മ ഫുള്ള് ലെമണാ. ലൈമല്ല ലെമൺ. പെട്ടെന്ന് കടന്നുപോയി. പക്ഷെ ലൈമല്ല ലെമണാ. വഴിയില് മൊത്തം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. ദേ വണ്ടിയില് ദേ ഇവിടെ കുറെ ഡ്രസ്സുകൾ വെച്ചേക്കണു ഗ്യാരേജ് സെയില്. നോക്കണേ അച്ഛാ, ഷൂകളൊക്കെ ഉണ്ടല്ലോ. നോക്കാല്ലേ, നല്ല ഭയങ്കര ഗ്യാരേജ് സെയില് കണ്ടു. അത് കണ്ടപ്പോ നമുക്ക് അവിടെ ഒന്ന് ഗ്യാരേജ് സെയിലേക്കല്ലേ പോണേ? സീനിക് ലുക്കൗട്ടേക്ക്. ലുക്കൗട്ട് കഴിഞ്ഞിട്ട് അവിടെ ലുക്കണേ. സീനിക് ലുക്കൗട്ടിൽ ഫസ്റ്റ് പോണേ ചേട്ടാ. അപ്പൊ അവിടെ നോക്കാം നമുക്ക് എന്താണുള്ളതെന്ന്. വലിയൊരു മലയാണ് ഇവിടുന്ന് കാണാൻ പറ്റണത്. ഏരോമാർക്ക് കാണിക്കുന്നില്ലല്ലോ അല്ലേ? പക്ഷെ പോണ വഴിയില് ഫുള്ള് വെജിറ്റബിള്, ഫ്രൂട്ട്സ്, മരങ്ങള്, അങ്ങനെ കൊറേ സംഭവങ്ങള്. മരങ്ങളല്ല, ചെടികള്, അങ്ങനെയൊക്കെ വെച്ചിട്ട് നല്ലൊരു ഏരിയ കേട്ടോ. നമ്മൾ അവിടെ നിങ്ങൾ പോരും. തേംസ് അല്ല, പയോറ. പയോറ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. തേംസ് അല്ല, തേംസ് നമ്മൾ പോന്നു. പയോറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇന്നലെ മീനിങ് നോക്കിയായിരുന്നു. എന്തോ സംഭവം സംതിങ് ഇങ്ങനെ, എന്താ പറയാ, ഒരു മിനിറ്റ് ഞാൻ നോക്കി നോക്കട്ടെട്ടാ. ഞാൻ ഇന്നലെ നോക്കി നോക്കിയായിരുന്നു. എന്താ വഴി അടിപൊളി. പയോറയുടെ മീനിങ് എന്താണെന്നറിയോ? ഹെൽത്തി ഫ്യൂച്ചേഴ്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തോ ഇങ്ങനെ സംഭവം സംതിങ് ഹെൽത്തി ആണെന്ന് തോന്നിയായിരുന്നു ഇന്നലെ നോക്കി. പക്ഷെ ഇന്നായപ്പോഴേക്കും മറന്നുപോയി. ബിക്കം ഓൾഡ്. നമ്മള് ഈ സീനിക് ലുക്കൗട്ടിലേക്ക് വന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ വലിയൊരു മലയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. താഴത്തേക്കാണ് അതിന്റെ വീടുകളും സംഭവങ്ങളൊക്കെ കാണുന്നത്. ഇവിടുന്ന് നോക്കുമ്പോ അടിപൊളി വ്യൂ ആണ് കേട്ടോ. താഴത്തേക്ക് ഇങ്ങനെ വ്യൂ. ആഹാ, ഇത് സീനിക് ലുക്കൗട്ട് ആവാനുള്ള കാരണം നമ്മള് ഇങ്ങനെ വലിയൊരു മലയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ അവിടുന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ പൊളി. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ മലേനേക്കാളും വലിയ ഹൈറ്റിലാണ് നമ്മൾ ഇവിടെ നിൽക്കണേ അല്ലേ? അപ്പൊ നമ്മള് ഈ സീനിക് ലുക്കൗട്ടിന്റെ അവിടെ വന്നു കേട്ടോ. സീനിക് ലുക്കൗട്ടിന്റെ അവിടെ വന്നപ്പോ ഇവിടെ ചെറിയൊരു സ്റ്റാച്ചു കാണുന്നുണ്ട്. ആ സ്റ്റാച്ചുവിനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ പണ്ടത്തെ രാജാവ് കിങ് എഡ്വാർഡ് 7ാമൻ. ഇതൊക്കെ നമ്മളങ്ങനെ റോമൻ ലെറ്ററിലൊക്കെ വായിക്കല് കുറഞ്ഞു അല്ലേ? ഇപ്പൊ നമ്മളങ്ങനെ വായിക്കാറില്ലല്ലോ. അപ്പൊ ആളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വെച്ചേക്കണ ഒരു സംഭവമാണ്. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോ നമ്മൾ വലിയൊരു മലയുടെ മുകളിലാണ്. അപ്പൊ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ എല്ലാ നമ്മുടെ വീടുകളായാലും എല്ലാ ഇങ്ങനെ കടകളായാലും എല്ലാം ഇങ്ങനെ താഴത്താണ് കാണുന്നത്. രണ്ട് സൈഡിൽ നിറച്ചും പുല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു ബിൽഡിംഗ് കാണാം. ബിൽഡിംഗ് ആണോ? സ്തൂപല്ലേ? നമുക്കുണ്ട്. അതെ, അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയിട്ട് ഇവിടേക്ക് കാണുന്നേക്കാൾ കുറച്ചും കൂടി അവിടേക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. കാരണം ഈ രണ്ട് സൈഡിലും വലിയ വലിയ മലകളായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലോ ഫുള്ള് മലകൾ. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടില് നമ്മുടെ ഇപ്പം ഞാൻ ചാലക്കുടി അടുത്തായത് കൊണ്ട് അവിടെ നിന്ന് നമ്മൾ മറ്റേ അതിരപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോഴ്, അതുപോലെ ഇതിന്റെ കോർമലയോ അങ്ങനത്തെ ആ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴേ നമ്മളിങ്ങനെ മലകൾ കാണാം. അപ്പൊ നമ്മൾ നാട്ടിൽ വെച്ചിട്ട് ഈ മലകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ? അപ്പൊ അതുപോലെ ഇവിടെ എത്തുമ്പോൾ പക്ഷെ ഇവിടെ എല്ലാവരുടെയും ഈ മലകളും കുന്നും അങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത്. ഇവിടെ നല്ല പച്ചപ്പായിട്ടുള്ള കുറച്ചും കൂടി ഫുള്ള് പച്ച കളറായിരിക്കും. ഇവിടെ അതൊക്കെ ഇങ്ങനെ വെട്ടി നിരത്തി അല്ല. ഞാൻ പറയുമ്പോണ്ടല്ലോ എന്താ ഞാൻ പെട്ടെന്ന് പറയുമ്പോ ഇങ്ങനെ ഞാൻ പറയണത് തന്നെ മുഴങ്ങി കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവിടത്തെ ഒരു ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ വൈകുന്നേരം ആവുമ്പോ ഈ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാല് അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. വേൾഡ് വാറിന്റെ കിരീടം വെച്ചിട്ടുണ്ട്. മുൾമുടിയാണോ? വേൾഡ് വാർ, 2ാമത്തെ വേൾഡ് വാർ, മലേഷ്യ, കൊറിയ, വിയറ്റ്നാം റിട്ടേൺ സർവീസ്. ദിസ് പ്ലേക്ക് ഡെഡിക്കേറ്റഡ് 25 April 2005. വേൾഡ് വാർ 1ാമതിന്റെ 60ാമത്തെ ആനിവേഴ്സറിക്ക് വെച്ചതാണോ? ന്യൂസിലാൻഡ് ഉണ്ടായിരുന്നു വേൾഡ് വാർ. ഉണ്ടായിരുന്നോ? അറിയില്ല. ഈ സൈഡിൽ കൂടെ ഒക്കെ പോയി നോക്കട്ടെ. ജസ്റ്റ് ഒരു ഇത് വെച്ചേക്കണം, ഒരു മെമ്മോറിയൽ ഒരു പ്ലേസ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുമ്പോ ഇവിടുത്തെ സീനറി അടിപൊളിയാ അല്ലേ? ഇവിടെ നിങ്ങൾ നിന്നിട്ട് ഇന്നിപ്പോ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ സാധിക്കുന്നത്.
വല്ല മഴയായിരുന്നെങ്കിൽ നമുക്കിതൊന്നും പറ്റില്ല. നല്ല മഴയായിരുന്നെങ്കിൽ നമുക്ക് ഈ പരിപാടികളൊന്നും നടക്കില്ല. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറച്ചും കൂടി കുറവായിരുന്നെങ്കിൽ നമുക്ക് ഈ കാണലും നടക്കലും ഒന്നും പറ്റില്ലായിരുന്നു. ഞാൻ പുറത്തിറങ്ങില്ല വണ്ടിയിനകത്തുനിന്ന്. എനിക്ക് കുറച്ച് തണുപ്പിന്റെ ആളാണ്, ഞാൻ ഇറങ്ങില്ലായിരുന്നു. പിന്നെ കാലത്ത് തന്നെ നമ്മൾ അവിടെ നിന്ന് കുളിച്ചൊക്കെ പോകുന്ന കാരണം കൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഉഷാറാണ്, കണ്ണൊക്കെ ഒന്ന് തുറന്ന്. പക്ഷെ നല്ല ക്ലൈമറ്റ്, നമുക്ക് നല്ല വെയിലിന് നല്ല ചൂടുണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് നല്ല സുഖം ഓടിപ്പോയിരുന്ന ക്യാമറ. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അറിയോ, നീ ഇങ്ങനെ വർത്താനം പറഞ്ഞു വരുമ്പോ ബാക്കിലത്തെ മറ്റേ സാധനം ഇത് അത് വരണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നടക്കണ്ട, നീ അപ്പൊ വർത്താനം പറഞ്ഞു വരുമ്പോ ഞാൻ അങ്ങനെ ആ സാധനം കാണുമ്പോ ഇവിടെ റീൽ എടുത്താലോ? ഇത് ഒരു മെമ്മോറിയൽ സാധനം, അവിടെ വെച്ച് നിന്റെ തമാശയിൽ പറ്റില്ല, അങ്ങനെ വാങ്ങട്. ഓക്കെ, അതാണ് കാര്യം. പക്ഷെ ഇത് ഇപ്പൊ പിള്ളേരെ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ചീത്ത പറയണത്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല രസമല്ലേ കാണാം. ശരിക്കും മരം നമ്മളുണ്ടല്ലോ, പറയണോ? പറഞ്ഞോ. ലൈഫിനെ എൻജോയ് ചെയ്യാം, സന്തോഷിക്കാം, അല്ലേ? ശരിയാ. നിനക്ക് ജന ഈ സ്ഥലം കാണുമ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഊട്ടിയിൽ വന്ന പോലെ തോന്നുന്നുണ്ട്. ഈ ഊട്ടിയിലൊക്കെ നമ്മള് പണ്ട് ചെറുപ്പത്തിൽ പോകുമ്പോ ഇതുപോലെ അല്ലേ, ഏറ്റവും മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ മൊത്തം തണുപ്പും. ചെറുപ്പത്തിലൊക്കെ മറ്റേ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോയില്ലേ, ശരിക്കും അതന്നെയല്ലേ സെയിം നോക്കിയാ? വേറെ ഒന്നും പറയാല്ലേ, ഊട്ടിയിൽ വന്നിട്ട് നമ്മള് നിക്കണ പോലെ. അപ്പൊ ഞങ്ങള് ഏകദേശം ഒരു 900 മീറ്റർ കഴിയുമ്പോഴേക്കും നമ്മുടെ ഫാമിലെത്തും. അപ്പൊ പോണ വഴി ഭയങ്കര ഇങ്ങനെ എന്തൊരു പറയാ, റോക്കി ബൈ ഉണ്ട് പോണ വഴിയില്. ആരാന്നറിയോ റോക്കി ബൈ? റോട്ടി സൈഡിലൊക്കെ മറ്റേ കൊക്ക പോലെയൊക്കെയുള്ള സ്ഥലമാണ്. പിന്നെ പോണ വഴിയാണെങ്കിൽ നല്ല എന്താ പറയാ, മെറ്റലിട്ട വഴിയാ അല്ലേ, ടാറ് ജസ്റ്റ് ചെയ്തിട്ടില്ല. കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. കുറച്ച് ദൂരം. നമ്മള് മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോ പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ പതുക്കെ പോവാൻ പറഞ്ഞിട്ടുണ്ട്. നോയ്സ് അല്ല, ഡസ്റ്റ് പൊല്യൂഷൻ വരുന്ന കാരണം കൊണ്ട് പതുക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് ഫാം പാർക്ക്, യെസ് യു ആർ ഹിയർ, യു ആർ ദേർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മള് റെഗുലാൻഡിക്കൊക്കെ പോകുമ്പോഴല്ലേ മറ്റേ ബീച്ചില് ഇതുപോലത്തെ റോഡായിരുന്നു. കൊറേ നേരം റോങ് വഴി പോയതാ. റെഗ്ലാൻഡ് ബീച്ചിൽ പോയപ്പോ പേടിച്ചു. പക്ഷെ അത് കൊറേ ദൂരം അല്ലേ. യെസ്, അപ്പൊ നമ്മള് വലിയൊരു മലയുടെ മുകളിലാണ് അല്ലെ. നമുക്ക് താഴേക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ പോകുമ്പോ. അപ്പൊ ഇങ്ങനെ കേറി 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 ഇനിയിപ്പോ ഒരു 600 മീറ്ററും കൂടി, 200 മീറ്റർ കഴിയുമ്പോ റൈറ്റിലേക്ക് കിടക്കണം. മറ്റേ ഇവിടേക്ക് വരില്ലേ നമ്മള് വാഗമണല്ലോ, മൂന്നാർ പോലത്തെ മറ്റേ സ്ഥലം വാഗമൺ. വാഗമൺ തന്നെ. ഈ വാഗമണിൽ പോയി ഇതുപോലെയായിരുന്നു, ഇങ്ങനെ മലയാളി ചുറ്റി അതന്നെ, അങ്ങനത്തെ സ്ഥലമാണ്. അപ്പൊ ഏകദേശം നമ്മള് ഇനിയിപ്പോ റൈറ്റ് കടന്നു കഴിഞ്ഞാൽ നമ്മള് അവിടെ എത്താൻ പോവാണ്. ബുൾസ് വൂൾ ഹെറിറ്റേജ് ഫാം നേച്ചർ ആൻഡ് ഹെറിറ്റേജ്, വി ആർ ഓപ്പൺ ടുഡേ. ഇവിടെ തന്നെ ഗോൾഡൻ കൗരി, 500 meters your destination will be on the right. ഗോൾഡൻ കൗരി മ്യൂസിയം ഉണ്ട്, ബുഷ് ഡിസ്കവറി വാക്ക് ഉണ്ട്. അപ്പം വലിയവർക്ക് 18, ചെറിയവർക്ക് 14, 10 to 4 ആണ് ഇവിടെ ഓപ്പണിംഗ് ടൈം. ഇപ്പൊ നമ്മള് 2 മണി, നമുക്ക് 2 മണിക്കൂർ സമയമുണ്ട്. ലാസ്റ്റ് അഡ്മിഷൻ 3:30 ആര് വന്നാലും പിന്നെ കയറ്റി വിടൂല, അങ്ങനെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. കുതിരയല്ലത്, നല്ല വാലും. ഈ കുതിരക്ക് ബനിയനില്ല, നല്ല വാല് ഉള്ളക്കുള്ള നല്ല ഭംഗിയുള്ള വാലുള്ള കുതിരനെ കാണുമ്പോ എനിക്ക് അറിയാം, നമുക്ക് പ്രാവിനെ ഞാൻ ചെറുപ്പത്തിൽ വളർത്തുമ്പോഴേ ഈ കാലിമ പൂതി കാണില്ല, അപ്പൊ കാലിമ പൂടിയുള്ള പ്രാവിന് ഭയങ്കര പൈസയാണ്. ഇതിന്റെ കാലിമ നിറച്ചും പൂടിയാ, തളയിലും. ഇവിടത്തെയൊക്കെ മെയിൻ അങ്ങനെ ആടുകളായാലും ഇപ്പൊ ചെമ്പരിയാട്, മറ്റേ ഇങ്ങനത്തെ പശു എല്ലാത്തിനും നിറച്ചും ഇതുണ്ട്. അവിടെ നാരങ്ങ നിൽക്കണോ അല്ലേ? അപ്പൊ എല്ലാത്തിനും ഫുള്ള് പൂട കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഏകദേശം അവർക്ക് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിട്ടാണ് അത് മെയിൻ ആയിട്ടും ഇത്. അപ്പൊ ഇത് ഇവിടെ പോവാൻ പറ്റില്ല കേട്ടല്ലോ. കൗരി, ഇത് സ്പ്രിംഗ് ക്രീക്കോ കൗരി. ടിക്കറ്റ് എടുക്കുന്നത് 3 അതിലെങ്ങടെ പോണേ? അവിടെ നേരെ പോടെ, ഹെറിറ്റേജ് അതല്ലേ ബുൾസ് പോണ വഴി. വലിയൊരു ഇറക്കിറങ്ങിട്ട് നടക്കേണ്ട ഒരു നുണതിനൊക്കെ കാണണമെങ്കിൽ ഓരോ സ്ഥലത്ത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാ.
നല്ല നടക്കണ്ട വരാൻ സാധ്യത ഇല്ല. അതെ അവിടെ നമ്മുടെ മറ്റേ തുപ്പണ ചേട്ടൻ നിക്കണ്ട്, ലാമച്ചേട്ടൻ ദേടെ അവിടെ നിക്കണ്, തല വലിയ പൊക്കി പിടിച്ചിട്ട് നിക്കണൊക്കെ അവിടെ വീഡിയോയിൽ എന്തോരം കാണാൻ പറ്റുന്നത്. ദേടാ അവിടെ മുകളില് ഛർദിക്ക നമ്മുടെ മേത്തേക്ക് നിന്ന് നോക്കാം. നമ്മളെന്തായാലും കണ്ടിട്ടില്ലേ, ഞാൻ കുറച്ചാളായി, പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു ഒരു ഫാമിലിക്ക് പോകണം. അതെങ്ങാണ് നമ്മുടെ മേത്തേക്ക് തുപ്പി ഞാൻ നല്ല നല്ല തുപ്പ അങ്ങോട്ട് കൊടുക്കുന്നു. നമുക്ക് പോയിട്ട് അതെ ഇവിടെ തന്നെ ഹെറിറ്റേജ് ഫാം ആൾക്കാരുണ്ട്. ഇത് പാർക്കിംഗ് ഉണ്ട്, നല്ല അത്യാവശ്യം വണ്ടികളുണ്ട്. 1 2 3 4 5 6 വണ്ടികൾ വന്നിട്ട് നമ്മുടെ കൂടി ആവുമ്പോ 7. ഓ പാർക്കിങ്ങിന്റെ ഇവിടെ മരാണ് വെച്ചേക്കണേ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ, അത് പൊളി. അപ്പൊ നമുക്ക് ബുൾസ്വൂൾ ഹെറിറ്റേജ് ഫാമിന്റെ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്ത് നോക്കാം എങ്ങനെയൊക്കെയാണ് അതിന്റെ പരിപാടികൾ. അപ്പൊ നമ്മൾ നടന്ന് പാർക്കിങ്ങിൽ വണ്ടി ഇട്ടു. അതിന്റെ ബുൾസ്വൂൾ ഫാം പാർക്കിൽ എത്തിട്ടോ. അപ്പൊ നമ്മള് ന്യൂസിലാൻഡ് ആണോ, ബുൾസ്വൂളിന്റെ ഫ്ലാഗ് ആയിരിക്കും. ഏത് ഫ്ലാഗാന്ന് പിന്നെ നാട്ടിലെ പ്രധാനമന്ത്രിയാരെന്നറിയാത്ത ഞാനൊന്ന് ന്യൂസിൽ ഭയങ്കര അപ്പൊ നമ്മളിതേ വെൽക്കം ടു ബുൾസ്വൂൾ ഹെറിറ്റേജ് ഫാമിന്റെ അവിടെ എത്തിട്ടോ. റിസപ്ഷൻ വണ്ടി ഇത്രയും അടുത്ത് കൊണ്ടുവരുന്നു. നമുക്ക് 2 പാർക്കിംഗ് കാണിച്ചായിരുന്നു അവിടെ. ഫ്രണ്ടിലേക്ക് മോനെ സൈഡിലുണ്ടെന്ന് പറഞ്ഞാൽ കാണിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു തിരക്കൊക്കെ വരുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ടായിരിക്കും. വേറൊരു 2 പാർക്കിംഗ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ഹെറിറ്റേജ് ഫിഷിംഗ് മ്യൂസിയം ഉണ്ട്. പിന്നെ എൻട്രി സൈഡിലേക്കാണ് എഴുതി കാണിച്ചിട്ട് ആൾക്കാർ ഇവിടെ വരുമ്പോൾ വന്നിട്ട് ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാനുള്ളൊരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അവരോട് ഇന്ന് അങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പം നമ്മളിത് ബുൾസ്വൂൾ ഹെറിറ്റേജ് ഫാമിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ പോയിട്ട് ടിക്കറ്റ് എടുക്കട്ടെ. ഇവിടെ ഓറഞ്ച് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ. ഒരു ബാഗിന് $5. ഇത് മറ്റേ ടൈപ്പാ. അതെ നമ്മുടെ ഓറഞ്ചും ഉണ്ട് കേട്ടോ. പോകുമ്പോൾ നമുക്ക് എടുക്കാം. $5 അത് ഇവിടെയും പെട്ടി വെച്ചിട്ടുണ്ട്. ആ പെട്ടിക്കകത്ത് അപ്പൊ നമ്മൾ പോയിട്ട് ടിക്കറ്റ് എടുക്കട്ടെ ഫസ്റ്റ് തന്നെ പോയിട്ട്. അപ്പൊ നമ്മള് എൻട്രി പാസ് എടുത്തു. അപ്പൊ അവിടെ നിന്ന് നമുക്ക് $64 നമ്മൾ 4 പേർക്കും കൂടി വിത്ത് ഫുഡ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം, ഒരു സ്കൂപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൈ കൊണ്ട് ഫീഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പൊ കൈ കൊണ്ട് ഫീഡ് ചെയ്യണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് അവർക്ക് കൊടുക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് എത്തിയേക്കുന്നത് കുതിരകളുടെയും ആടുകളുടെ ഒക്കെ സ്ഥലത്തേക്കാണ്. അപ്പൊ അവരവിടെ നിന്ന് പറഞ്ഞത് നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ അവരവിടെ കാണൂല, അവർ ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അവരൊന്നും ജസ്റ്റ് തട്ടി വിളിക്കണം എന്ന് പറയുന്നത്. പക്ഷെ തട്ടി വിളിക്കേണ്ട കാര്യമൊന്നും വന്നില്ല. ഓട്ടിയുടെ ഒരു പാത്രത്തിന്റെ അടപ്പ് പോയി, സാരില്ല. നിന്റെ ഏട്ടൻ അപ്പൊ ആടിന് ഫീഡ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് കുറച്ച് ഇതിനകത്ത് ഇട്ട് തരുമോ? എനിക്ക് കൈ കൊണ്ട് കൊടുക്കാം, പേടിയാ. അമ്മേനെ കൈ കൊണ്ടുപോലോ. എന്റെ എടുക്കോ ഞാൻ കൊടുക്കണത്? അതല്ലേ കൊടുക്കുന്നത്, കറക്റ്റ് കൊടുക്കണല്ലോ. ഇത് പിഗ്സ് ആൻഡ് ഷീപ്പ് അങ്ങനെയൊക്കെ ഉണ്ടോ? സോറി എടാ കുട്ടാ അച്ചൂടാ. കുഞ്ഞാപ്പിക്ക് കൊടുക്ക്, ഇതിന് കൊടുക്കറാ. കുഞ്ഞിന് കൊടുക്കാൻ പോണേ. എല്ലാം കൊടുത്തു കഴിക്കണ്ട, എല്ലാത്തിനും കൊടുക്കണം. ഇത് നോക്കിയ തടിയൻ, അതടിയാണ് ഞാൻ ഓൾറെഡി കൊടുത്തതാ. എല്ലാരും കൊടുക്കണ്ടേ? കേറി മുകളിലേക്ക് വന്നിട്ട് അയ്യോ അതിനെത്തല്ലോ. ഒരു പാട്ടി നിലത്തില്ലല്ലോ പാട്ടിയേ. ചിക്കൻ നല്ല എടുക്കും. അതുപോലെ കഴിച്ചോ? എനിക്കറിയില്ല പേര്. നീ കഴിച്ചോ? ജാനു ജാനു. അയ്യോ അയാള് കൊറേ കഴിച്ചു. ഇത് പാവണ്ടോ? Give it to the big one. So one with the black, I think. ഇത് പക്ഷെ പൊളിയതാ. അയാൾക്ക് ഓൾറെഡി കൊടുത്തല്ലോ നേരത്തെ. എല്ലാവർക്കും കൊടുക്കാം.
കഴിച്ചോ അപ്പൊ എല്ലാരും അങ്ങോട്ട് വരും. അയ്യോ ഇയാള് Give it to the black one. No. അവൻ തന്നു തിന്നതാ, അവൻ അവിടെ തിന്നതാ. ഞങ്ങളങ്ങനെ ഹോഴ്സ് എടുത്തെത്തിട്ടോ, ഹോഴ്സ് ബ്രഷസ്. നമ്മളിനി ഫസ്റ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഈ ഫീഡ് തന്നിട്ടുണ്ടല്ലോ, അപ്പൊ അതിനകത്ത് കറക്റ്റ് എഴുതിയുണ്ട് ഹോഴ്സസിന് ഏതാ, ചിക്കന് ഏതാ, പിഗ് ആൻഡ് ഷീപ്പിന് ഏതാ, ഫുഡ് ഫോർ ഓൾ ആനിമൽസ്, ഫുഡ് ഫോർ ഓൾ അതാ. എടാ ഒച്ചപ്പഴം ഉണ്ടാക്കല്ലേ, വെയിറ്റ് ചെയ്യ്, ഞങ്ങൾ തരാം. അപ്പൊ ഹോഴ്സിന്റെ ഫുഡാണ് നമ്മളിപ്പോ എടുക്കണത് കേട്ടോ. അവന്റെ കാല്, അവന് ദേഷ്യം വന്നിട്ട് വയ്യ, അവന്റെ തല വെച്ച് റെഡി കിട്ടി. അയ്യോ പാത്രം ബ്രഷ് ചെയ്യാം, നമുക്ക് അവരെ വേണമെങ്കിൽ ബ്രഷ് ചെയ്യാട്ടോ. ബ്രഷ് ചെയ്യട്ടെ. തല വെച്ചത് റെഡി തരരുതിട്ടാ. അടിക്കല്ലേ, നല്ല എല്ലാവർക്കും നന്നായിട്ട് ബ്രഷ് ഒക്കെ ചെയ്ത് കൊടുക്ക്. എവിടെ? അയ്യോ അയ്യോ അവിടെ കരയടാ. എന്ത് ഡോങ്കിയടാ അത്, ഡോങ്കിയടാ. ഈ ആൾക്ക് കൊടുക്കാൻ പോയി. നിനക്ക് തരാം, നിനക്ക് തരാം. തടണ്ട കേട്ടോ, ഡോങ്കിയാ. ഓ കറുമുറുന്തിനാണ് സൗണ്ട്. അത്ര ഉള്ളോ? മതി. We can put eels and ladders here. ഇത് കടിക്കോ? We gotta spin that thing, right? And if we land on an eel, we go down. അപ്പൊ നമ്മള് ലാസ്റ്റ് നമ്മള് പാമ്പൻ കോണിയുടെ അടുത്തേക്ക് എത്തിയേക്കാട്ടാ. അപ്പൊ ദേ വാവുട്ടി അവിടെ തിരിക്കുന്നുണ്ട്. പൊന്നൂസാണ് ഇതില് ഇത് ചെയ്യണത്. അപ്പൊ 1-ലെത്തി. ഇനി 3 4 4. അപ്പൊ കോണി കയറി പൊന്നൂസ് കോണി കയറി 8-ലെത്തി. ഓക്കെ ഇല്ല പൊന്നൂസ് 4 8 4 12. This side 11 and 12. It's here 1 2 3 4. 12-ലെത്തിട്ടോ. 3 4. Next 3. Yeah. 1 2 3. 1 please go to next 1. Actually. പാമ്പ് പാമ്പ് ഇറങ്ങ്. 7-ലെത്തി. അപ്പൊ സ്പിൻ ചെയ്യോ? ഇത് സൂപ്പർ ആയിട്ടാ. അത് അടിപൊളിയാട്ടോ, പിള്ളേർക്ക് കളിക്കാൻ വെക്കേഷന്റെ സമയത്ത് അടിപൊളി. അടിപൊളിയാ. 4. Jada, come back here. 4. മോളിൽ കൂടെ കൊടുക്കട്ടാ. നല്ല ശബ്ദം ഉണ്ടാക്കണ്ടല്ലോ അല്ലേ അവര്. എങ്ങനെ ഹോഴ്സിനാണ് ഇഷ്ടം തോന്നല്ലേ. ഇതിന്റെ നാവുമ്പോ അങ്ങനെ ആക്കുമ്പോ നോക്കട്ടെ. അടങ്ങിരിക്കി അടങ്ങ് കേശവ. നക്കോത് നക്കും ചോദിച്ചാ. അതെ തട്ടി വശണ്ടല്ലോ, ഓടി പരാക്രമം അടിച്ചിട്ട് വരാനടാ ചുന്ദരി. അയ്യോ അതിലെ അവിടെ ഓൾറെഡി നിലത്തിട്ടിട്ടുണ്ട്. അത് ആരൊക്കെ ഇട്ടിട്ട് പോയി. Green ആണ്. എല്ലാത്തിനും കൊടുക്കാന്ന് കഴിച്ചിട്ടുണ്ട്. ഫോർ ഓൾ ഫുഡ്. പക്ഷെ നല്ല അടിച്ചപ്പിളിക്ക് ഓടി വന്നല്ലേ. ജസ്റ്റ് ടച്ച് ചെയ്തപ്പോഴേക്കും പറന്നു വന്നത്. ഞാനടാ എന്നെ അടിക്കോ? കടിക്കുന്നില്ല. അതിന് ഓൾറെഡി അതിന്റെ വായിൽ വലിയ കഷ്ണം എടുത്ത് വെച്ചേക്കാം. കൊറേ നിലത്തുണ്ട്. കൊറേ നിലത്ത് ഓ ഇത് ഇങ്ങനെ വെക്കണം. ഈ പെല്ലറ്റിന് ഇങ്ങനെ വെക്കാം. കേറുന്നില്ല പെല്ലറ്റ്. ഓക്കെ Oh, food for all. ഓക്കെ ഇനി വെച്ച്. No, we're not. ഓ ഇവിടെ എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാ ഫീഡ് ചെയ്യണ്ടെന്നൊക്കെ. നമ്മള് തോന്നിയ പോലെ ഫീഡ്. പക്ഷെ വെറുതെ അല്ലാണ്ട് കൊടുക്കരുത് ശരിക്കും. പിള്ളേർക്ക് അടിപൊളി സ്ഥലം അല്ലേ.
അപ്പൊ നമ്മ എന്തിനൊക്കെ ഫുഡ് കൊടുത്തു? അപ്പൊ ഇത്ര നേരം നമ്മൾ കഴിഞ്ഞത് ഹോഴ്സസ് ആൻഡ് ഡോങ്കി, അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ മറ്റേ അവിടെ ആടിന് കൊടുത്തില്ലേ, പിന്നെ നമ്മള് റാബിറ്റിന് കൊടുത്തു. ഇനിയിപ്പോ നമ്മൾ പോണത് പിഗ്സ് ആൻഡ് ഷീപ്പ് ബാക്കിയുണ്ട്, ചിക്കൻ, ഡക്സ്, ടർക്കി, അങ്ങനത്തെ സംഭവങ്ങൾ ബാക്കിയുണ്ട്. അതിന്റെ സൈഡിലേക്ക് നോക്കി നോക്കാം. പക്ഷെ അതൊരു കുറച്ചും കൂടി, പക്ഷെ എനിക്ക് ഹോഴ്സ് ഇങ്ങനെ വെച്ചിട്ട് അത് ഭയങ്കര കരഞ്ഞു അല്ലേ. അതുപോലെ ഹോഴ്സ് അല്ല കരഞ്ഞത്, ഡോങ്കി. വിന്റേജ് ടൈപ്പ് പണ്ടത്തെ വണ്ടികൾ ഇങ്ങനെ കിട്ടുന്നുണ്ട് ഇവിടെ. ഒരു മ്യൂസിയം പോലെ, മ്യൂസിയം പോലെ ഹോണ്ടയുടെ വണ്ടികള്, അടിപൊളി സാധനം, പണ്ടത്തെ സാധനം. പിന്നെ ജാക്കറ്റ് നോക്കി, നീ പണ്ടത്തെ ജാക്കറ്റ് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഹെൽമെറ്റുകള് യമഹയുടെ വണ്ടിയിലില്ല, നോക്കി ഇതിനെ ഹെൽമെറ്റുകള് എല്ലാ സാധനം ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിന്റെ ഉള്ളിൽ കൂടി ഇടണം അല്ലേ? ഓ അപ്പൊ മണി അടിക്കാം, വണ്ടി അടിക്കുമ്പോ അവര് വരും. ഒരു സൗണ്ട് വരും, ഒരു സൗണ്ട് വരും. എന്റെ അമ്മ, ഇതെന്തൊരു കോഴിയാ, ഇതെന്തൊരു കോഴിയാണത്? ഫീഡ് ദ ചിക്കൻ ആൻഡ് ലിസൺ ടു ദ മ്യൂസിക്. എടാ മണ്ട, ഉറങ്ങാണ്ട് വന്ന് തിന്നടാ. അതാ അതോട് വെറുതെ ഇരിക്കാം. അപ്പിടാൻ തോന്നേ. മതി 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 മതി, അധികം കഴി. ഇവറ്റങ്ങൾക്കൊക്കെ എല്ലാവരും വന്ന് തീറ്റ കൊടുത്ത് എല്ലാം ചിലക്കുറുക്കന്മാരായിട്ട് ഇരിക്കുക അല്ലേ? ശരിയാ. Amma, that's sad. Amma, don't feed them anymore. താറാവ് അയ്യോ, അത് കാണുന്നില്ലേ അമ്മ? അത് തെരഞ്ഞെടുത്ത് തിന്നോളൂടാ. ഇവറ്റങ്ങൾക്ക് അങ്ങനെയാടാ, അവരിങ്ങനെ തെരഞ്ഞ് മറ്റേ ഇതിനകത്ത് കൂടെ ചിക്കി തിന്നും. അമ്പോ ദേ നമ്മളെ കണ്ടുപിടിക്കും. ഡക്കുകള് സൗണ്ടും ഒച്ചപ്പാടും. എന്തിനാ വെച്ചുണ്ടാക്കണേ? അയ്യോ അയ്യോ അയ്യോ, ഇത്ര സ്പീഡാ? ഇവർക്കറിയാമോ ഇവിടെ നിന്നതിന് ഫുഡ് കിട്ടുന്നതാണ്. ഏത് ഇത്ര ഫാസ്റ്റോ? അത് ഞാൻ വിശക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അയ്യോടാ, ഇനിണ്ടാ? അയ്യോ, ഔട്ടി താറാവിനെ കണ്ടോ? ഓടി അവിടെ നോക്കി, ഓറഞ്ച് നോക്കി. കൊറേ ഓറഞ്ച് കഴിക്കണല്ലേ? അപ്പൊ ഈ ഓറഞ്ചുകൾ ചീറ്റകൾ തിന്നോ? ഓറഞ്ച് എനിക്ക് തോന്നുന്നു ഇതിന്റെ കാഷ്ടം വീണിട്ട് ഓറഞ്ചിന് അപ്പൊ ഒരു വളയില്ലേ. പിന്നെ വേറൊരു കൃഷി രീതി ഉണ്ടല്ലോ, എന്നിട്ട് പറയാ. ഇവിടെ നോക്കി നിന്റെ വെള്ള ചിക്കൻ. വേണ്ട, വയറ് നിറഞ്ഞിരിക്കാണ്. ഒന്നും വേണ്ട, വിശക്കണമെന്നില്ല. നോക്കി, അയ്യോ ഒരെണ്ണം വേണ്ട, വേണമെങ്കിൽ തിന്നാന്ന് മാത്രമല്ല ചേച്ചിട്ട് തിന്നാണ്. അയ്യോ ഇവിടെ നിറച്ചുണ്ട്. ഓരോ ഡക്കിനും ഓരോ പേരുണ്ട്. ഇത് പെക്കിൻ ഡക്സ് ആണ്. ഇടികൂടി ചാവോ ഒരു? എന്തോ ഓറഞ്ച് അത് ശരി കേട്ടോ, ഓറഞ്ച് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാർക്കും വേണ്ടേ ഓറഞ്ച് അല്ലേ? കഴിക്കണ്ട, ഇനി കൊടുക്കാണ്ട്. പണ്ട് നമ്മുടെ നാട്ടില് പൈപ്പിന്റെ ചോട്ടില് പോയിട്ട് എല്ലാവരും വെള്ളം എടുക്കുമായിരുന്നു. ആ ഒരു സംഭവം നോക്കി, ഇങ്ങനെ പൈപ്പിൽ ഇങ്ങനെ വെള്ളമാക്കുമ്പോ വെള്ളം വരും. നോക്കി, പണ്ടത്തെ സാധനം. നമ്മുടെ മോഹൻലാലിന്റെ ശോഭനയുടെ ഒരു സിനിമയില്ലേ, അതുണ്ട് ഈ സാധനം. അയാളോ? അമ്മയൊക്കെ വരട്ടെ, എമ്മൂണ്. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോണത് എമ്മൂനിയാട്ടാ. എമ്മൂല കൊത്തൂട്ടാ. എമ്മു കൊത്താണ്ട് നോക്കണേ. ഇതി കൂടെ കൊടുക്കുക പാട്ടിയെ. ഇതി കൂടെ കണ്ടാ കറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യണേ.
അയ്യോ നല്ല വലിപ്പുണ്ട് അല്ലേ? വലിപ്പുണ്ട്. നിനക്ക് ആരോഗ്യം നീ ആ നഖത്തോണ്ട് ആ കൈയോണ്ട് അടി കിട്ടിയാ കഴിഞ്ഞു. അതന്നെ. എന്താ I am. You know, this is the biggest. മതി മതി. Ah, Madhyama. നനഞ്ഞിരിക്കല്ലോ. പക്ഷെ ഇത് അതിനെ കുളിപ്പിച്ച കാലത്തിന് കാലത്ത് തന്നെ കുളിപ്പിച്ചു തോന്നുന്നു. അമ്പോ ഞാൻ കൈ വരുന്ന നോക്കി. കൊത്തേന് ഭയങ്കര ഇതാ. ദേഷ്യം പിടിക്കട്ടോ അതിനെ. Dral palace. കഴിച്ചുണ്ട്. എങ്ങനെയാണ് ഫീഡ്? അപ്പൊ നമ്മൾ അടുത്തതുള്ളത് ടർക്കിയുടെ അടുത്താട്ടാ. ടർക്കിക്ക് നമ്മൾ വന്നപ്പോ തന്നെ കുറച്ച് കൊടുത്തു. അപ്പൊ നമുക്ക് ഇതില് ഓൾ ഫീഡും കൊടുക്കാം, അല്ലാണ്ട് തന്നെ മറ്റേ ധാന്യങ്ങളും ഉണ്ട്. അത് ഏത് വേണേലും കൊടുക്കട്ടെ അവർക്ക്. നല്ല വലിയ ടർക്കികളാ അല്ലേ? ഇതിന്റെ മുഖത്തൊക്കെ ഒരു ഇത് നല്ലതാ. ഒരു സാധനം കണ്ട നീ മുഖത്ത് ഇടികൂടുണ്ട്. നല്ല ഇടികൂടുണ്ട്. അടിയിലൊരു വാല് പോലെ ഒരു സാധനം നിൽക്കണ പോലെ. അതാണായിരിക്കും. ശരിയാ. കൊത്തി ഓടിക്കണ്ടേ? നല്ലതുണ്ട്. നല്ല ഉച്ചിയുള്ള സാധനങ്ങളോ. അതന്നെ. നീ രണ്ടും കൂടി ചിലപ്പോ ഫൈറ്റ് ചെയ്യുന്നോണ്ട് അല്ലേ?